Hello guys, Low Eminence Job Security മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ലോ ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, വിച്ച് ഇസ് ലോ ഓഫ് കോൺട്രാക്ട്സ്. ഇത് CLEE, CLAT, അതുപോലെ തന്നെ CUSAT, അതേമാതിരി തന്നെ ലോയിലും വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പേപ്പറാണ് ലോ ഓഫ് കോൺട്രാക്ട്സ് വരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം കുറച്ച് ബേസിക്സ് പറയുന്നതായിരിക്കും ആൻഡ് വിച്ച് വിൽ ബി ഫോളോഡ് ബൈ 10 questions. അതിൽ നമ്മൾ കുറച്ചുകൂടെ പ്രിൻസിപ്പിൾസും പഠിക്കാം. സോ വിതൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് ഡെൽവ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റ് നമ്മൾ ഡെഫിനേഷൻ ആയിട്ട് പഠിക്കാം. സോ വാട്ട് ഇസ് എ കോൺട്രാക്ട്? എ കോൺട്രാക്ട് is a promise that the law will enforce, or കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ആസ് പെർ സെക്ഷൻ 2 Clause H ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട്സ് ആക്ട് 1872 ആൻ എഗ്രിമെൻറ്റ് ദാറ്റ് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ ക്യാൻ ബി കോൾഡ് എ കോൺട്രാക്ട്. സോ ഇവിടെ രണ്ട് ടേംസ് ഉണ്ട്, കുറച്ച് അൺഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ടേംസ് ഉണ്ട്, വിച്ച് ഇസ് വൺ ആൻ എഗ്രിമെൻറ്റ് ആൻഡ് സെക്കൻഡ് എൻഫോഴ്സിബിൾ ബൈ ലോ. So what is an agreement? Agreement എന്ന് പറയുന്നത് is not really unfamiliar because it's a word that we usually hear. So agreement is a mutual understanding between two parties. നമ്മൾ ഡെയിലി കേൾക്കുന്ന ഒരു വാക്കാണ് അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞൊരു വാക്ക്. സോ ഹൗ വിൽ എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ബി എൻഫോഴ്സിബിൾ ബൈ ലോ? ആൻഡ് ഒരു എൻഫോഴ്സിബിൾ ബൈ ലോ ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഒരു കോൺട്രാക്റ്റ് ആവുന്നുള്ളൂ. സോ ഹൗ ഇസ് എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ആണ് ഒരു എഗ്രിമെൻ്റ് ആവുന്നത്. സേ ഇപ്പോൾ നമ്മൾ ഒരാളോട് ഇന്ന് ഞാൻ ഡിന്നർ കഴിക്കാൻ വരാം നിങ്ങൾ കൂടെ എന്ന് പറയുന്നത് വുഡ് ബി എൻ എഗ്രിമെൻറ്റ്. ബട്ട് ക്യാൻ യു സൂ ദ അതർ പേഴ്സൺ ഇഫ് ദിസ് പേഴ്സൺ ഡസ് നോട്ട് ടേൺ അപ്പ് ഫോർ ദി ഡിന്നർ? അവിടെയാണ് നമ്മൾ ഈ എൻഫോഴ്സിബിൾ ബൈ ലോ എന്നുള്ള ഒരു പ്രധാന ഘടകം വരുന്നത്. സോ കോൺട്രാക്ട് ബിക്കംസ് എൻ എഗ്രിമെൻറ്റ് വെൻ ഇറ്റ്സ് എൻഫോഴ്സിബിൾ ബൈ ലോ. സോ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി എൻ എഗ്രിമെൻറ്റ് ദാറ്റ് ഇസ് ലീഗലി എൻഫോഴ്സിബിൾ. സോ ഹൗ ഇസ് എൻ എഗ്രിമെൻറ്റ് ലീഗലി എൻഫോഴ്സിബിൾ എന്ന് നമുക്ക് നോക്കാം. സോ സെക്ഷൻ 10 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് കുറച്ച് പ്രീ റെക്വിസിറ്റ്സ് പറയുന്നുണ്ട് ഫോർ എൻ എഗ്രിമെൻറ്റ് ടു ബി കൺസിഡർഡ് എ കോൺട്രാക്ട് ആൻഡ് ദീസ് ആർ ദി 4 elements. We'll be explaining one by one with an example. So starting with free consent. So parties to this particular agreement, for it to be a legally enforceable contract, they should consent freely to that particular agreement, which means that if suppose I'm in an agreement with someone else, I can't hold them under a gunpoint and be like ഇത് ഇങ്ങനെ സൈൻ ചെയ്യണം, അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. സോ ദ കൺസെൻറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ബോത്ത് ദി പാർട്ടീസ്. അതെന്ന് വെച്ചാൽ ഈ രണ്ടുപേരും താല്പര്യപ്രകാരമായിരിക്കണം ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുന്നത്. Now moving on to the second element, which is competent parties. ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന parties should have 2 conditions fulfilled, which one is of sound mind ആയിരിക്കണം, which means they should not have any mental disabilities അല്ലെങ്കിൽ lunatic ആയിരിക്കരുത്, അങ്ങനത്തെ mentally sound ആയിരിക്കണം. രണ്ടാമത്തെ requisite എന്താണെന്ന് പറഞ്ഞാൽ they should attain 18 years of age. സോ എനിക്ക് എൻ്റെ ഒരു 12 വയസ്സായ ഒരു കസിൻ്റെ കൂടെ ഒരു ബ്രദറിൻ്റെ കൂടെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല, ബിക്കോസ് ലോ presumes that minors cannot know the consequences of the particular business transaction or a contract they become a party to. Now we'll move on to the third element, which is lawful consideration. So adinu mumbu, what is consideration? Consideration means something in return, which is something of value that is exchanged between parties in furtherance of a contract inaanu nammal consideration ennu vilikkunnathu. So both sides must give or promise something of value ഫോർ എൻഫോഴ്സിങ് എ പെർട്ടിക്കുലർ കോൺട്രാക്ട്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരാൾ ഒരു വാച്ച് തന്നു, ഓക്കെ, അതൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ആൾ വാച്ച് തന്നത്, ഞാൻ ആൾക്ക് തിരിച്ചൊന്നും കൊടുക്കുന്നില്ല, പകരം ഞാൻ ആ വാച്ച് 500 രൂപക്ക് ആളെടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ ഐ ഹവ് ഗിവൺ 500 rupees ടു ദിസ് പേഴ്സൺ ആൻഡ് ദിസ് പേഴ്സൺ ഹാസ് ഇൻസ്റ്റഡ് ഗിവ് മി ദ വാച്ച്. അപ്പോൾ ഇവിടെ രണ്ട് പാർട്ടിക്കും ഒരു സംതിങ് ഓഫ് വാല്യൂ ആയിട്ടുള്ളൊരു സാധനം കിട്ടി, which we can say that there has been a lawful consideration, which is ₹500 was given for the watch. അപ്പോൾ എനിക്ക് വാച്ചും കിട്ടി, ആൾക്ക് പൈസയും കിട്ടി. സോ അതിനാണ് നമ്മളിവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. Now moving on to the last requirement, which is lawful object. So purpose of the agreement has to be legal for a agreement to be considered legally enforceable or a valid contract. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരാളോട് ഭയങ്കര ദേഷ്യമുണ്ട്, അപ്പോൾ ആളെ ഒരു കുറച്ച് ഗുണ്ടകളെ വിട്ട് തല്ലിക്കാൻ ഞാൻ കൊട്ടേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ കൺസെൻറ്റ് ഉണ്ട്, അവിടെ കൺസിഡറേഷൻ ഉണ്ട്. ഞാൻ ഈ ഗുണ്ടകൾക്ക് ഒരു 5000 രൂപ വെച്ച് കൊടുത്ത് അവിടെ കൺസിഡറേഷൻ ഉണ്ട്, അവിടെ ഗുണ്ടകൾ റെഡിയാണ് ഈ കാര്യം ചെയ്യാൻ. സോ ദർ ഇസ് ഓൾസോ കൺസെൻറ്റ്. സോ മൈ ക്വസ്റ്റൻ ഇസ്, വുഡ് ദ കോൺട്രാക്ട് be valid? ഇല്ല, ബിക്കോസ് ദ ഒബ്ജക്റ്റീവ് ആസ് സച്ച് ഇറ്റ് സെൽഫ് ഇസ് ഇല്ലീഗൽ അല്ലെങ്കിൽ അൺലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ദിസ് കോൺട്രാക്ട് വോണ്ട് ബി ലീഗലി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കോസ് ദിസ് requisite fails there, which is the objective of the contract should be, or the purpose of that particular contract or the agreement should be legally enforceable or valid under the eyes of law. Now we'll have a look at a few questions.
First question is doctrine of privity of contract means what? എന്താണ് doctrine of privity of contract? This is one of the most fundamental principle of contract law. So privity of contract means only parties to a contract can sue. So suppose ഞാനൊരു ഷോപ്പ് പോയി and I got a defective product for my friend and this friend cannot sue the shopkeeper saying that ഈ defective product ഇവിടുന്ന് വാങ്ങിച്ചതു നിങ്ങൾ എനിക്ക് റീഫണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് this friend cannot sue the shopkeeper because the contract is not between the shopkeeper and the friend whom I bought this for, but instead it is between me and the shopkeeper. അപ്പം basically privity of contract means only the parties to the contract can sue each other in case of any problems or defect or anything that arises out of the contract. Now we'll have a look at the second question. An act done with the intent to deceive another party is what? The answer would be fraud. ഇവിടെ എന്ന് പറയുമ്പം there is സംതിങ് കോൾഡ് ആസ് ഇൻറ്റൻറ്റ്. ഒരാൾ വേണമെന്ന് വെച്ച് ഒരാളെ പറ്റിക്കുമ്പോഴാണ് അത് ഫ്രോഡ് ആവുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ സപ്പോസ് ഈ ഷോപ്പ് കീപ്പർ ന്യൂ ദാറ്റ് ദ പ്രൊഡക്റ്റ് ദാറ്റ് they were selling to the friend was defective. അറിയായിരുന്നു ഇതിന് പ്രശ്നമുണ്ടെന്ന് വിചാരിച്ച് ആളെ പറ്റിക്കണമെന്ന് വിചാരിച്ച് ഇയാൾക്ക് കൊടുക്കുമ്പോൾ അതൊരു ഫ്രോഡുലൻ്റ് ആക്ട് ആവുന്നു. ബട്ട് വെൻ ഇറ്റ് കംസ് ടു മിസ്റ്റേക്ക് ആൻഡ് മിസ്റെപ്രസെൻറ്റേഷൻ ദിസ് പേഴ്സൺ ഡിഡ് നോട്ട് നോ, ദിസ് പേഴ്സൺ തോട്ട് ദിസ് പ്രോഡക്റ്റ് വോണ്ട് ഹാവ് എനി പ്രോബ്ലം, അങ്ങനെ വിചാരിച്ച് വിൽക്കുമ്പോൾ അതിൽ ഒരു ഇൻറ്റൻഷൻ ഇല്ല, ഇയാൾ ചതിക്കണം എന്നൊരു ഇൻറ്റൻഷൻ വരുന്നില്ല. പക്ഷേ പകരം വേണമെന്ന് വെച്ചിട്ട് ചെയ്യുമ്പോൾ, വേണമെന്ന് ചതിക്കണം വെച്ചിട്ട് ചെയ്യുമ്പം നമ്മളൊരു ആക്ട് ചെയ്യുമ്പോഴാണ് an act becomes fraudulent. Now moving on to the next question. Which of the following makes an agreement void ab initio? So void ab initio എന്ന് വെച്ചാൽ void from the beginning. ആദ്യം മുതലേ കോൺട്രാക്റ്റ് നമ്മളൊരു അഗ്രിമെൻറ്റിൽ കയറുന്നതിനും ഒരു കോൺട്രാക്റ്റ് ആവുന്നതിന് മുമ്പ് ഇറ്റ് ഇസ് void. അത് വെച്ചാൽ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഇല്ലാണ്ടാവുന്നു. സോ ദി ആൻസർ വുഡ് ബി ആൻ അഗ്രിമെൻറ്റ് വിത്ത് എ മൈനർ. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് സെക്ഷൻ 10 കണ്ടീഷനാണ് ദാറ്റ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഷുഡ് ബി കോമ്പീറ്റൻറ്റ്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു മൈനറിൻ്റെ കൂടെ കോമ്പീറ്റൻസി ഇല്ല എന്നാണല്ലോ ലോ പ്രസ്യൂം ചെയ്യുന്നത്. സോ ദാറ്റ് വുഡ് ബി ഹെൽഡ് void ab initio. ബാക്കിയെല്ലാം ഈ കോഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ് എന്നൊക്കെ പറയുന്നത് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. അത് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്താണെന്ന് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കാം. Now we'll move on to the next question. For an acceptance to be valid, it must be what? So for an acceptance to be valid, it must be absolute and unqualified. അങ്ങനെ പറയുമ്പോൾ സപ്പോസ് ഐ എം ബൈയിങ് എ ബൈക്ക് ഫ്രം സമ്മൺ. അപ്പോൾ ആൾ 1000 രൂപയാണ് ഈ ബൈക്കിന് പറയുന്നത് ആൻഡ് ഐ ഷുഡ് നോട്ട് സേ ദാറ്റ് ഞാൻ 500 രൂപയെ തരൂ, 1000 രൂപ തരാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവരൊരു കൗണ്ടർ ഓഫറാണ് നടക്കുന്നത്. ആം ഐ ആബ്സല്യൂട്ട്ലി ആക്സെപ്റ്റിംഗ് ടു ദെയർ പ്രപ്പോസൽ? അല്ല. അപ്പം ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അവർ പറഞ്ഞ അതേ ടേംസ് തന്നെ ആയിരിക്കണം കോൺട്രാക്റ്റ് മുന്നോട്ട് പോകുന്നത്. That I should not make a counter offer. So for an acceptance to be valid, it should be absolute and unqualified. Moving on to the next question. A contract of insurance is a classic example of what? The answer is contingent contract. Contingent contract എന്ന് പറയുമ്പോൾ the obligation has to be only performed at the happening or not happening of a future event. അപ്പം ഇൻഷുറൻസ് പറയുന്നത് നമ്മൾ എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്? നമ്മളിപ്പോൾ സപ്പോസ് വി ആർ ടേക്കിംഗ് ഹെൽത്ത് ഇൻഷുറൻസ് തിങ്കിങ് ദാറ്റ് വി മൈറ്റ് ഗെറ്റ് ഹോസ്പിറ്റലൈസ്ഡ് അറ്റ് സം പോയിന്റ്. സോ അതൊരു കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് ആണ്. ദ ഇൻഷുറർ ഇസ് ഓൺലി സപ്പോസ് ടു പെർഫോം ദെയർ പാർട്ട് ഓഫ് ദ ഒബ്ലിഗേഷൻ വെൻ ദിസ് പേഴ്സൺ ഗെറ്റ് സിക്ക് ആണല്ലോ. അപ്പം കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇസ് എ കോൺട്രാക്ട് വെയർ ദ പേഴ്സൺ ഹാസ് ടു only obligated to do something at the happening or not happening of a particular event. Moving on to the next question. A promises to pay B, an adult, 1 lakh if B agrees not to marry C. This agreement is, the agreement would be void. So agreement in restraint of marriage and in restraint of trade is generally considered void. ഇപ്പം നമുക്ക് ഒരാളെ ഇന്ന ആളെ കല്യാണം കഴിക്കണ്ട, ഞാൻ 1 ലക്ഷം തരാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ റിസ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ട്രേഡിൻ്റെ കാര്യത്തിലും നമ്മളിപ്പോൾ ഒരാളോട് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റില്ല, നിങ്ങളിവിടെ തുടങ്ങാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് അത് ദാറ്റ് ഈസ് ഇൻ വയലേഷൻ ഓഫ് ദെയർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. സോ യു കനോട്ട് restrain someone from trade or marriage, and such contracts are generally considered void. Moving on to the next question. When a contract is broken, the party who suffers from the breach is entitled to receive what? So normally ഒരു കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുമ്പോൾ the parties to the contract, the victim or the person who has suffered from the particular breach will be entitled to damages. അപ്പോൾ ആൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡാമേജസ് റിസീവ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഇറ്റ് വുഡ് ബി ബൈ മോണിറ്ററി കോമ്പൻസേഷൻ ആയിട്ടായിരിക്കും. എന്ത് ഡാമേജ് ആണോ ആൾക്ക് പറ്റിയത് അത് നമുക്ക് പൈസയിൽ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം the answer would be B, which is compensation for loss or damage.
So next question is, A offers to sell his watch to B for 2000. B replies, I will buy it for 1500. What is this reply? So the answer is counter offer. നമ്മൾ നേരത്തെ പറഞ്ഞു an acceptance should be absolute and unqualified. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന സാധനം as in the offer was initially for 2000 rupees but the person to whom it was offered countered the actual offer by saying that this person is only going to pay this much. അപ്പം ആദ്യം വന്ന ഓഫറിന് പകരം വേറൊരു ഓഫർ വന്നു. So that is called as a counter offer. Moving on to the next question. A price tag displayed on a shirt in a shop window is legally classified as what? ഇതിൽ ആൻസർ വരിക is an invitation to offer. So എന്താണ് invitation to offer, and you will have a doubt ഇത് എന്തുകൊണ്ട് ഒരു ഓഫർ ആയില്ലാന്ന്. So ഇവിടെ എന്ന് വെച്ചാൽ there is a price tag that is displayed. So that is an invite to the customer. Whoever is seeing ആ ഒരു tag, that is an invite to that person to come and make an offer. The shopkeeper, whoever is selling this particular product, can still say no. So answer would be an invitation to offer, and it won't be an offer as such. It is only an invite for a customer to come and make an offer. Now moving on to the last question. A voidable contract is a contract that is enforceable at the option of one party. This is defined in section 2(i)ലാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഈസ് എ വോയിഡബിൾ കോൺട്രാക്ട്? നമ്മൾ നേരത്തെ വോയിഡ് കോൺട്രാക്റ്റിനെ പറ്റി നോക്കി. ഇനി വോയിഡബിൾ കോൺട്രാക്ട് എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് അറ്റ് ദി ഓപ്ഷൻ ഓഫ് വൺ പാർട്ടി. സോ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെയായിരുന്നു റിക്വയർമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട്, ഫ്രീ കൺസെൻറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സിനാരിയോ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സോ സപ്പോസ് ഐ വാസ് ഫോഴ്സ്ഡ് ബൈ സമ്മൺ ടു സൈൻ സംതിങ് ദാറ്റ് ഐ ഡിഡ് നോട്ട് വോണ്ട് ടു സൈൻ. ഇപ്പോൾ എനിക്ക് വേണ്ടാത്തൊരു അഗ്രിമെൻറ്റിൽ എന്നെ അവർ ഫോഴ്സ് ചെയ്തിട്ട് ഐ ഹാഡ് ടു സൈൻ ദ agreement because I was under pressure to sign that particular agreement. അപ്പോൾ അങ്ങനെ വരുമ്പോൾ I have an upper hand to make this contract work or to not work. എനിക്കത് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം. സോ ഇറ്റ് ഇസ് വോയിഡബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദ വിക്ടിം. ആസ് ഇൻ എന്നെയാണ് ഫോഴ്സ് ചെയ്തത്, അപ്പം അത് എനിക്ക് വേണമെങ്കിൽ ഐ ഹാവ് കൺട്രോൾ വെദർ ടു ക്യാൻസൽ ദിസ് കോൺട്രാക്ട് ഓർ ടു നോട്ട് ക്യാൻസൽ ദിസ് കോൺട്രാക്ട്. സോ ഇത് എൻറ്റയർലി ദിസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം വോയിഡ് ബിക്കോസ് ഇത് എൻറ്റയർലി നൾ അല്ല. പക്ഷേ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദ വിക്ടിം ദിസ് ക്യാൻ ഈതർ ബി ക്യാൻസൽഡ് ഓർ വി ക്യാൻ ഗോ ഫോർവേഡ് വിത്ത് ദിസ്. അങ്ങനെ വരുമ്പോഴാണ് വോയിഡബിളും വോയിഡും കോൺട്രാക്റ്റിൻ്റെ വ്യത്യാസം അതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഒരു കോൺട്രാക്ട് വോയിഡബിൾ ആവുന്നത്. ബിക്കോസ് ഒരു പാർട്ടിക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ദ പാർട്ടി ഹു ഹാസ് ബീൻ എഫക്റ്റഡ് ബൈ ദിസ് പെർട്ടിക്കുലർ കോൺട്രാക്ട് ഹാസ് എൻ അപ്പർ ഹാൻഡ് ടു ക്യാൻസൽ ദിസ് ഓർ ടു ഈതർ ഗോ ഫോർത്ത് വിത്ത് ദിസ്. സോ ലോ ഓഫ് കോൺട്രാക്ട്സിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കണ്ടത്. കൂടാതെ നമ്മൾ 10 ക്വസ്റ്റ്യൻസും ചെയ്തു. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ ഫോർ യു. ഇനി അടുത്തൊരു വീഡിയോ വരെ ബൈ, ആൻഡ് ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ.